Hello students, now we are discussing about international money market. International financial market long-term capital requirementന് വേണ്ടിയിട്ടാണെങ്കിൽ international money market നമുക്ക് short-term instrumentsൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂറോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ യൂറോ കറൻസികൾ ടൈം ഡെപ്പോസിറ്റുകളാണ്. അത് നമ്മൾ international bank located in a country different from the issued currency country. അതായത് ഒരു കൺട്രി യു എസ് എ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ഡോളറാണ്. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്ന കറൻസി എന്തായിരിക്കും? ഡോളർ ആയിരിക്കും. പക്ഷേ ഇതേ ഇക്വാലൻ്റ് ആയിട്ട് നമുക്ക് വേറെ കൺട്രിയിൽ പോയിട്ട് ഡോളർ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറോ കറൻസി അല്ലെങ്കിൽ യൂറോ ഡോളേഴ്സ് എന്ന് പറയും. വേറെ കൺട്രിയിൽ പോയിട്ട് നമുക്ക് യു എസ് ഡോളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂറോ ഡോളേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ടൈം ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് യു എസ് ഡോളർ വേറെ കൺട്രിയിൽ അവൈലബിൾ ആവാൻ യൂറോ ഡോളേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂറോ യെൻ ഉണ്ട്. യെൻ എന്ന് പറയുന്നത് ജാപ്പനീസ് കറൻസിയാണ്. അപ്പോൾ അത് ജപ്പാനാണ് ആ കറൻസി ശരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ വേറെ ഒരു കൺട്രിയിൽ പോയിട്ട് നമുക്ക് ജാപ്പനീസ് യെൻ വേണമെങ്കിൽ നമുക്ക് യൂറോ യെന്നിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ ആകും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂറോ കറൻസി എന്ന് പറയുന്നത് കൊണ്ട് ഫോറിൻ ബാങ്ക് നമുക്ക് കറൻസി തരുന്ന ബാങ്ക് യൂറോപ്പിൽ സിറ്റുവേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ ഒരു കൺട്രി കറൻസി ഇഷ്യൂ ചെയ്യുന്ന കൺട്രിയിലല്ലാതെ മറ്റ് കൺട്രികളിലായിരിക്കും ഈ ഫോറിൻ ബാങ്ക്സ് ഉണ്ടാകുക. ആൻഡ് അവിടെ നമുക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ യൂറോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ യൂറോ എന്ന് ചേർത്തുകൊണ്ട് അത് യൂറോപ്പിലാണെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സെയിം കൺട്രി അല്ലാതെ വേറെ ഏത് കൺട്രിയിലും നമുക്ക് എന്ത് ചെയ്യാം? യൂറോ കറൻസി അവൈലബിൾ ആയിരിക്കും. അപ്പം ഓരോ കറൻസി ആവുന്നതനുസരിച്ച് യൂറോ ഡോളർ, യൂറോ യെൻ, യൂറോ ഏത് കൺട്രിയാണോ അതിൻ്റെ കറൻസി അനുസരിച്ച് അങ്ങനെ മാറി മാറി വരും. സോ യൂറോ കറൻസിയുടെ കോമൺ റെഫറൻസ് റേറ്റുകൾ ഏതൊക്കെയായിരിക്കും? ലിബോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ലിബോർ മീൻസ് LIBOR ലിബോർ, ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ് ആണ് ലിബോർ. പിബോർ എന്ന് പറഞ്ഞാൽ പാരീസ് ഇൻ്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. സിബോർ സിംഗപ്പൂർ ഇൻ്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. അങ്ങനെയുള്ള കോമൺ റെഫറൻസ് റേറ്റുകളിലായിരിക്കും നമുക്ക് യൂറോ കറൻസീസ് അവൈലബിൾ ആകുക. ഓക്കെ, അടുത്തതാണ് യൂറോ ക്രെഡിറ്റ്സ്. ഇപ്പം യൂറോ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പം അതും ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. യൂറോ ക്രെഡിറ്റ്സ് ഷോർട്ട് ടു മീഡിയം ടേം ലോൺസ് ആണ് അവിടെ അവൈലബിൾ ആകുന്നത്. ആൻഡ് ഈ ലോൺസ് ഡിനോമിനേറ്റ് ചെയ്യുന്നത് കറൻസീസ് അതർ ദാൻ ദ ഹോം കറൻസി ഓഫ് യൂറോ ബാങ്ക് ഉണ്ട്. ആ യൂറോ ബാങ്കിൻ്റെ ഹോം കറൻസിയിലായിരിക്കില്ല യൂറോ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ആൻഡ് ഇതൊരു ഹ്യൂജ് എമൗണ്ട് വരും. ഷോർട്ട് ടു മീഡിയം ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഹ്യൂജ് എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഒറ്റ ബാങ്ക് ആയിരിക്കില്ല ഇത് അണ്ടർ റൈറ്റ് ചെയ്യുക. ഒറ്റ ബാങ്ക് ആയിരിക്കില്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ബാങ്ക്സ് ഒരു സിൻഡിക്കേറ്റ് പോലെ ഫോം ചെയ്തിട്ടായിരിക്കും അവരായിരിക്കും അതിൻ്റെ റിസ്ക് എടുക്കുക, ലോൺ കൊടുത്തതിൻ്റെ റിസ്ക് എടുക്കുക. സോ യൂറോ ക്രെഡിറ്റ് ഫീച്ചേഴ്സ് ആൻഡ് അഡ്ജസ്റ്റബിൾ റേറ്റിലായിരിക്കും, അതായത് അഫോർഡബിൾ റേറ്റിലായിരിക്കും ഓൺ യൂറോ ക്രെഡിറ്റ്സ് ഒറിജിനേറ്റിംഗ് ഇൻ ലണ്ടനിലാണെങ്കിൽ നമ്മളതിന് എന്ത് പറയും? ലിബോർ എന്ന് പറഞ്ഞു. ലണ്ടൻ ആണെങ്കിൽ ലിബോർ, ദെൻ സിംഗപ്പൂർ സിബോർ, പാരീസ് ഫിബോർ, അങ്ങനെ പറഞ്ഞ് കോമൺ കറൻസി റേറ്റുകളുണ്ടെന്ന് റെഫറൻസ് റേറ്റുകളുണ്ട്. ഓക്കെ, അപ്പം യൂറോ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയാണ് യൂറോ ക്രെഡിറ്റ്സ്. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റുകളാണ്. അപ്പോൾ ഫോർവേഡ് റേറ്റ് ഇൻ്റർ ബാങ്ക് കോൺട്രാക്റ്റുകളാണ്. അവിടെ എന്താണ്? രണ്ട് പാർട്ടീസ് ഉണ്ടാകും. രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആകണമെന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആകാം, ദെൻ ബാങ്കുകളാകാം, എന്തും ആകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആകാം. അപ്പോൾ അവിടെ രണ്ട് പാർട്ടീസ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, രണ്ട് പാർട്ടീസ് ഉണ്ടാകാം. അപ്പോൾ അവർ നിലവിലെ ഒരു റേറ്റ് വെച്ച് അവർ കോൺട്രാക്റ്റിൽ എൻട്രു ചെയ്യും. ദെൻ ആ ഇൻട്രസ്റ്റ് റേറ്റിൽ താഴെ പോവുകയാണെങ്കിൽ ബയ്യർ എഗ്രീസ് ടു പേ ദ സെല്ലർ ദ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഓക്കെ, അത് നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ആര് കൊടുക്കും? ബയ്യർ
കൊടുക്കും. എങ്ങനെ? ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ബിലോ അത് എഗ്രീഡ് റേറ്റിന് താഴെ പോയാൽ ബയ്യർ പറഞ്ഞ റേറ്റ് കൊടുക്കും. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആ ഒരു പറഞ്ഞ എഗ്രീഡ് റേറ്റിനെ കഴിഞ്ഞും മേലെ പോവുകയാണെങ്കിൽ, കൂടുതലാകുകയാണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യണം? അത് പേ ചെയ്യണം. സെല്ലർ എഗ്രീസ് ടു പേ ദ ബയ്യർ ദ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇഫ് ദ കോസ്റ്റ് റേറ്റ് ഇൻക്രീസസ് എബവ് ദ എഗ്രീഡ് റേറ്റ്. എഗ്രീഡ് റേറ്റിൻ്റെ മേലെ പോകുകയാണെങ്കിൽ സെല്ലർ ആ കൂടിയ പ്രൈസ് കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. അതേസമയം കുറഞ്ഞു പോവുകയാണെങ്കിൽ ബയർ എന്ത് ചെയ്യണം? ആ എഗ്രീഡ് റേറ്റിൽ കൊടുക്കണം. യൂറോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അടുത്തതാണ് യൂറോ റേറ്റ്. അപ്പം അത് നമ്മുടെ ഈ ട്രഷറി ബില്ലൊക്കെ പോലെയാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സോ ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, യൂറോ നോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഒരു 3 to 6 months ആയിരിക്കും. ആൻഡ് ഇതൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും കൊടുക്കുക. ഫേസ് വാല്യൂ കുറച്ചാണ് കൊടുക്കുക. ആൻഡ് ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പം ഇവർക്ക് ഫുൾ ഫേസ് വാല്യൂ കിട്ടും. നമ്മുടെ ഇവിടെയുള്ള ട്രഷറി ബില്ല് പോലെ തന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ സെല്ല് ചെയ്യും. ദെൻ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇഷ്യൂ ചെയ്ത ആരാണോ അവർ ഈ ഫുൾ പ്രൈസിന് അത് തിരിച്ചു വാങ്ങും. അപ്പോൾ ആ ഒരു വാങ്ങുന്ന ആളുടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3 മുതൽ 6 മാസത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യും? ആ ഒരു ഫേസ് വാല്യൂ ഫുള്ള് കിട്ടും. അതാണ് അവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂറോ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അപ്പം യൂറോ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പം നമുക്കറിയാവുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ പോലെ തന്നെയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? കോർപ്പറേറ്റ് ബിസിനസ് ഫേംസുകളാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂറോ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും അൺസെക്യൂർഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ആൻഡ് ഓൾസോ ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ് ആൻഡ് ബാങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 1 month to 6 month ഒക്കെയാണ്. ദെൻ ഡയറക്റ്റായിട്ട് പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡീലറുണ്ട് എങ്കിൽ പോലും പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് യൂറോ കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ US കൊമേഴ്ഷ്യൽ, സാധാരണ അവരുടെ കൺട്രിയിലുള്ള US കൊമേഴ്ഷ്യൽ പേപ്പറിനെ കഴിഞ്ഞും ബെറ്ററാണ്, ചീപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഈൽഡ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അറ്റ് ദ ഇൻ്റർനാഷണൽ ലെവൽ.